ഹലോ കൂട്ടുകാരെ, ചക്രാസ് വേൾഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുന്നു. ഞങ്ങളും ഇവിടെ സുഖമായിരിക്കുന്നു. ടൈം മാനേജ്മെൻറ്റിനെ കുറിച്ചാണ് ഞാനിന്ന് നിങ്ങളുമായിട്ട് വീഡിയോയിൽ സംസാരിക്കുന്നത്. നമ്മൾ നമ്മുടെ സമയത്തെ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യുന്നു എന്നതിനനുസരിച്ചിട്ടാണ് നമ്മുടെ സക്സസ് വരുന്നത്. പലരുടെയും കാര്യങ്ങളെടുത്ത് നോക്കുകയാണെങ്കിൽ അവരുടെ ഉള്ളിലുണ്ടാവും നമ്മൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ ചെയ്യണം എന്നൊക്കെ ഉള്ളിലുണ്ടാവും. പക്ഷേ അത് ഒരിക്കലും എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടാവുന്നില്ല. അവർക്ക് ടൈം മാനേജ്മെൻറ്റിനെ കുറിച്ചിട്ട് നല്ലൊരു അവയർനെസ് ഇല്ലാത്തത് കൊണ്ടാണ് ഒരുപാട് കാര്യങ്ങൾ അവർക്ക് ആഗ്രഹങ്ങളുണ്ടാവും ചെയ്യാനായിട്ട്. പക്ഷേ കൃത്യമായിട്ടുള്ള സമയത്തിനനുസരിച്ചിട്ട് അവർക്ക് ചെയ്യാൻ കഴിയുന്നുണ്ടാവില്ല. അതിൻ്റെ കാരണം ഇതാണ്, നമ്മുടെ സമയത്തെ പ്രയോറിറ്റൈസ് ചെയ്യണം. അതായത് എന്തിനാണോ നമ്മൾ മുൻഗണന കൊടുക്കേണ്ടത് അതിന് നമ്മൾ മുൻഗണന കൊടുക്കണം. ഏതൊരു കാര്യമാണോ ചെയ്ത് തീർക്കേണ്ടത് അതിന് മുൻഗണന കൊടുക്കണം. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ആദ്യം ചെയ്തു പോകണം. അതിനുശേഷം ഏറ്റവും അവസാനത്തേക്ക് വെക്കേണ്ടത് നമ്മൾ അത്യാവശ്യം ഉള്ള കാര്യങ്ങളൊക്കെ ആദ്യം ചെയ്യുക, ആവശ്യമുള്ളത് ചെയ്യുക. പിന്നെ അത്രയും ആവശ്യമില്ല എന്നാൽ ചെയ്തിരിക്കണം എന്നുണ്ടെങ്കിൽ അത് ലാസ്റ്റത്തെ ഓപ്ഷനായിട്ട് വെക്കുക. നമ്മളുടെ വർക്കിൻ്റെ പ്രയോറിറ്റി അറിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഒരിക്കലും സക്സസ്സിലേക്ക് എത്താൻ കഴിയില്ല. നമ്മൾ സ്ലോ ആയി പോകും. അതേപോലെ തന്നെ ഡിസ്ട്രാക്ഷൻസ് വരാനുള്ള സാധ്യതയുണ്ട്. നമ്മൾ ചെയ്യുന്ന കാര്യത്തിനൊരു ഡെഡ് ലൈൻ ഒന്നുമില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ സക്സസ്സിലേക്ക് വരില്ല. കാരണം ഇനിയും സമയമുണ്ടല്ലോ എന്ന് കരുതി നമ്മൾ നീട്ടി വയ്ക്കും. അങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ എന്താ ഉണ്ടാവുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരിക്കലും വിചാരിച്ച ടൈമിനുള്ളിൽ കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ യാതൊരു സാധ്യതയും ഉണ്ടാവില്ല. ഒന്ന് ആലോചിച്ച് നോക്കി, നമ്മൾക്ക് എല്ലാവർക്കും ഒരു ദിവസത്തിൽ 24 മണിക്കൂറാണ് തരുന്നത്. പക്ഷേ എല്ലാവരും ചെയ്യുന്ന കാര്യങ്ങളിൽ എല്ലാവർക്കും സക്സസ് കിട്ടണം എന്നില്ല. കാരണം 24 മണിക്കൂർ എങ്ങനെ പ്രയോജനപ്പെടുത്തുന്നു എന്നുള്ളതിലാണ്. അതിൽ ഓരോ മിനിറ്റും എങ്ങനെ പ്രയോജനപ്പെടുത്തുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഓരോരുത്തരുടെയും വിജയം തീരുമാനിക്കുന്നത്. വലിയ ആൾക്കാരെല്ലാം ഓരോ 15 മിനിറ്റും അവർ എന്തിനോ വേണ്ടിയിട്ടാണോ അതിന് വേണ്ടിയിട്ട് അവർ മാറ്റിവെക്കുന്നു. ചിലപ്പോൾ റീഡിങ്ങിന്, അതായത് ചെറിയ കാര്യങ്ങൾ ചെറുതായി ചെയ്തിട്ട് വലിയൊരു സക്സസ്സിലേക്ക് എത്തുന്നു. അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളൊരു ചെറിയൊരു കാര്യം എടുക്കുകയാണെങ്കിൽ ഒരു ബുക്ക് വായിക്കാമെന്ന് വിചാരിക്കാം. നമ്മൾ മോർണിംഗിൽ ഒരു 15 മിനിറ്റ് നമ്മൾ റീഡിങ്ങിന് വേണ്ടി മാറ്റി വയ്ക്കുകയാണ്. ഒരു വലിയ ബുക്കാണ്, പക്ഷേ അതൊരു 1 മന്തോടുകൂടി നമ്മൾ ഫുള്ള് തീർത്ത് കഴിഞ്ഞു. അപ്പോൾ അതിലുള്ള കണ്ടൻറ്റ് നമ്മൾ അറിയുകയും ചെയ്തു. പക്ഷേ ആ 15 മിനിറ്റ്സ് നമുക്ക് വലിയൊരു സമയമായിട്ട് മാറുന്നില്ല. വലിയൊരു സമയം ഓരോ ദിവസം നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്നില്ല. പക്ഷെ നമ്മൾ ഒരു ദിവസം ഇരുന്നിട്ടാണ് ആ ബുക്ക് വായിച്ച് തീർക്കുന്നതെന്ന് വെച്ചാൽ നമുക്ക് വലിയൊരു സമയം നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. പക്ഷേ 15 മിനിറ്റ്സ് വെച്ചിട്ട് പോകുമ്പോൾ അങ്ങനെ അറിയില്ല. അടുത്തതായിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു ഗോൾ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിപ്പോൾ ഒരു ഷോർട്ട് ടൈം ഗോൾ ആയിക്കോട്ടെ, ലോങ് ടൈം ഗോൾ ആയിക്കോട്ടെ, അതിനൊരു സ്ഥിരത ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമ്മൾ ആ ഗോള് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് മറ്റൊന്നിലേക്ക് നമ്മുടെ ശ്രദ്ധ പോവാതിരിക്കാൻ ശ്രദ്ധിക്കുക. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഫോണൊക്കെ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ തന്നെ നമ്മൾ ചിലപ്പോൾ ഗെയിം കളിച്ച് സമയം പോകുന്നവരുണ്ടാവാം. അതുപോലെ ഇൻസ്റ്റാഗ്രാം, അതുപോലെ മറ്റുള്ള ആപ്പുകൾ യൂസ് ചെയ്തിട്ട് അതിൽ വീഡിയോസ് മണിക്കൂറുകളോളം 8-9 മണിക്കൂറുകളോളം അതിൽ മുഴുകി ഇരുന്നിട്ട് ഈ ലോകത്ത് എന്തൊക്കെ നടക്കുന്നു ഒന്നും അറിയാതെ അതിനകത്ത് മുഴുകി പെട്ടുപോകുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഇത്രയും സമയമായോ എന്ന് പിന്നീടായിരിക്കും ചിന്തിക്കുക. നമ്മുടെ ബ്രെയിൻ അവിടെ നശിച്ചു പോവാണ്. നമ്മുടെ ബ്രെയിനിൽ ഒട്ടും ആക്റ്റീവ് അല്ലാത്തൊരു അവസ്ഥയിലേക്ക് വരാണ്. കാരണം നമ്മുടെ തലയിൽ കുത്തി നിറയ്ക്കുന്നത് ഇൻസ്റ്റാഗ്രാം, അതുപോലെ തന്നെ മറ്റ് ആപ്പുകൾ ഉണ്ടല്ലോ. വാട്സാപ്പിൽ മെസ്സേജസ് ആയാലും ചിലർ ഫോൺ വിളിച്ച് ഇങ്ങനെ ടൈം പോകുന്നവരുണ്ടാവാം, അങ്ങനെയുള്ളവരുണ്ടാവാം. അതുപോലെ ഉള്ള പല വീഡിയോസ്, റീൽസ്, ഇതിൻ്റെയൊക്കെ ആപ്പുകളുണ്ടാവും. അതിൽ നിന്ന് ഒരുപാട് റീൽസ് കണ്ട് ഇങ്ങനെ നമ്മൾ സ്ക്രോൾ ചെയ്ത് സമയം പോകുന്നത് നമ്മൾ അറിയില്ല. അപ്പോൾ നമ്മളുടെ ഗോൾസിലേക്ക് നമ്മളുടെ ഫോക്കസ് കുറയും, നമ്മൾ മറ്റൊന്നിലേക്ക് ശ്രദ്ധ പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആസ്വദിക്കുന്നുണ്ട്, അവിടെ നമ്മുടെ ഡോപ്പാമിൻ വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. കാരണം നമ്മൾ സന്തോഷിക്കുകയാണ്, ഓരോ റീൽസിലും നമ്മൾക്ക് ഹാപ്പി ആയിട്ടാണ്. പക്ഷേ നമ്മളുടെ ഗോൾസ് മറന്നു പോവുകയാണ്, അതിലേക്ക് നമ്മളുടെ ശ്രദ്ധ പോകും. അപ്പോൾ അങ്ങനെയുള്ള ഡിസ്ട്രാക്ഷൻസ് കഴിവതും നമ്മൾ ഉണ്ടാവാതിരിക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ടൈം എവിടെയാണ് വേസ്റ്റ് ആവുന്നതെന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യണം. ഏതൊക്കെ രീതിയിൽ ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടത് അതാണ്. നമ്മൾ ടൈം വേസ്റ്റ് ആകുന്ന ഇടം എവിടെയൊക്കെ വെച്ചിട്ട് ആണ് നമുക്ക് ടൈം വേസ്റ്റ് ആകുന്നത്. അപ്പോൾ അതിൽ നിന്ന് ഞാൻ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് എന്തൊക്കെ എനിക്ക് ചെയ്യാമെന്നുള്ള കാര്യങ്ങളാണ് ചെക്ക് ചെയ്യേണ്ടത്.
മൂന്നാമതായിട്ട് പറയാനുള്ളത് നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും അത് നല്ല അടുക്കും ചിട്ടയോടും കൂടെ തന്നെ വെക്കുക. നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം നമ്മളൊരു വസ്തു അവിടെ തന്നെ എടുത്തത് അവിടെ തന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നീട് ഒട്ടും നമുക്കത് അന്വേഷിച്ച് നടക്കേണ്ട ആവശ്യമോ അല്ലെങ്കിൽ വീണ്ടും ആ ഒരു സ്ഥലം നമ്മൾ ക്ലീൻ ആക്കേണ്ടതോ അങ്ങനെ വരില്ല. ഇപ്പോൾ ഡെയിലി നമ്മൾ എന്തെങ്കിലും വീട്ടിലാണെങ്കിൽ തന്നെ വീടിപ്പോൾ ക്ലീൻ ചെയ്യുന്ന സമയങ്ങളിലാണെങ്കിൽ തന്നെ ഡെയിലി ആ ക്ലീനിങ് പ്രോസസ്സ് നമ്മൾ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ ഡീപ്പ് ക്ലീനിങ് അല്ലാതെ തന്നെ ഡീപ്പ് ക്ലീനിങ് ഒരു വീക്ക്ലി അല്ലെങ്കിൽ മന്ത്ലി ചെയ്യുക. ഡെയിലി എന്തെങ്കിലും ഒരു പൊടി തട്ടലോ അങ്ങനെ നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ അവിടെ ഒരു ക്ലീനിങ് ഹാബിറ്റ് നമ്മൾക്ക് ഉണ്ടാവുകയാണ്. അപ്പോൾ എല്ലാ കാര്യങ്ങളും അടുക്കും ചിട്ടയോടും വരുമ്പോൾ നമുക്കിപ്പോൾ വീട്ടിലൊരു ഗസ്റ്റ് വരുമ്പോൾ നമുക്കൊരു ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ നമ്മൾക്ക് എവിടെയെങ്കിലും യാത്ര പോകണമെങ്കിൽ ഇന്ന കാര്യം ചെയ്തിട്ടില്ലല്ലോ എന്നുള്ളൊരു ടെൻഷനോ ഒന്നും വേണ്ട ആവശ്യം വരില്ല. അപ്പോൾ എല്ലാ കാര്യങ്ങളും നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് വയ്ക്കുക, അടുക്കും ചിട്ടയോടും എല്ലാ കാര്യങ്ങളും വയ്ക്കുക എന്നുള്ളതാണ് ഞാൻ മൂന്നാമതായിട്ട് പറയുന്നത്. ഇനി നാലാമതായിട്ട് പറയാനുള്ളൊരു കാര്യം സേ നോ. ഇറ്റ്സ് എ ഗുഡ് ക്വാളിറ്റി അല്ലേ. നമ്മൾ നോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോ എന്നാണ് അതിൻ്റെ അർത്ഥം അല്ലേ. നമ്മൾക്ക് നോ എന്ന് പറയേണ്ട ആവശ്യം ഇപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റാത്തൊരു കാര്യത്തിന് നമുക്ക് ചെയ്തു കൊടുക്കാൻ കഴിയുന്ന കാര്യങ്ങൾക്കൊക്കെ യെസ് പറയാം. പക്ഷെ നമുക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യം നോക്കട്ടെ, ചിലർ പറയുന്നത് കേൾക്കാമല്ലേ, ഞാനതങ്ങനെ ശരി ഞാൻ നോക്കട്ടെ, നമുക്ക് നോ പറയാൻ പറ്റാത്തൊരവസ്ഥ. അത് പലർക്കും അങ്ങനെ നോ പറഞ്ഞ് ശീലിക്കാത്തതിൻ്റെ പേരിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടാണ്. പക്ഷേ അവിടെ ഇവിടെ എത്താതെ അവർ കടലിനും എന്താ പറയുക ബോധത്തിനും നടുക്ക് പെട്ട ഒരവസ്ഥയിൽ നിൽക്കുന്ന ഒരവസ്ഥയുണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ നോ പറയേണ്ടടുത്ത് നോ പറയാം. അപ്പോൾ നമ്മൾ ടൈമും നമുക്ക് നഷ്ടപ്പെടില്ല. ഇപ്പോൾ നമ്മൾ അയ്യോ നോ പറയാണ്ട് യെസ് പറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് ആലോചിച്ച് ടെൻഷൻ അടിച്ച് നമ്മുടെ ആ ദിവസം ഫുള്ള് നമ്മൾ ടെൻഷനിൽ ആയിട്ട് നമ്മുടെ പ്രൊഡക്ടിവിറ്റി മൊത്തം അതിവിടെ നഷ്ടപ്പെടുകയാണ് ചെയ്യണത്. അപ്പോൾ സേ നോ, ദാറ്റ്സ് എ ഗുഡ് ക്വാളിറ്റി. അഞ്ചാമതായിട്ട് പറയാനുള്ളത് യു ഷുഡ് ബി ഒപ്റ്റിമിസ്റ്റിക്. നമ്മൾ ശുഭാപ്തി വിശ്വാസമുള്ളവരായിരിക്കണം. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ നമ്മൾ അയ്യോ അത് നടക്കുമോ അല്ലെങ്കിൽ അത് ഇനിയിപ്പോൾ ഞാൻ ചെയ്താൽ അത് ശരിയാവുമോ അങ്ങനെയൊക്കെ ചിന്തിച്ചുകൊണ്ട് നമ്മളൊരു കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് എന്തായാലും അത് സക്സസ് ആവില്ല. സോ യു ഷുഡ് ബി ഒപ്റ്റിമിസ്റ്റിക്. നമ്മൾക്ക് എപ്പോഴും നമ്മളിലൊരു വിശ്വാസം വേണം. നമ്മളത് ചെയ്താൽ അത് തീർച്ചയായിട്ടും നമ്മളത് ചെയ്യുമ്പോൾ തന്നെ നമ്മളുടെ മനസ്സിലെന്ത് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളത് ചെയ്ത് കഴിഞ്ഞതായിട്ട് ചിന്തിക്കുക. ഇപ്പോൾ എന്തെങ്കിലും ഒരു ജോബിന് വേണ്ടിയിട്ട് ഇൻ്റർവ്യൂവിന് പോവുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ ഇൻ്റർവ്യൂവിന് പോയിട്ട് നമ്മൾ അവിടെ അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് വളരെ പ്ലസൻ്റായിട്ട് ആൻസർ ചെയ്യുന്നു, അവരെ കണ്ണിലേക്ക് നോക്കി ആൻസർ ചെയ്യുന്നു. അവർ നമ്മളെ കണ്ടിട്ട് വളരെ ആശ്ചര്യത്തോടെ വളരെ സന്തോഷത്തോടെ നമുക്ക് ജോബ് തരുന്നു. അപ്പോൾ നമ്മൾ ജോബ് കിട്ടി എന്നുള്ള രീതിയിൽ നമ്മളുടെ മൈൻഡ് സെറ്റാക്കിയിട്ട് വേണം നമ്മൾ ആ ഇൻ്റർവ്യൂവിന് പോകാനായിട്ട്. അപ്പോൾ നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. ഇത് തീർച്ചയായിട്ടും നടക്കും. നമ്മൾ എന്താണോ നേടാൻ ആഗ്രഹിക്കുന്നത് അത് നമ്മൾ ആദ്യം മനസ്സിൽ നമ്മൾ കിട്ടിയെന്ന് ഉറപ്പ് വരുത്തിയ ശേഷം നമ്മൾ ചെയ്യുക എന്നുള്ള കാര്യം എന്താണോ അതിൻ്റെ പ്ലാൻസ് എക്സിക്യൂട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ഗോൾസൊക്കെ സെറ്റ് ചെയ്ത് റെഡിയാക്കി വെച്ചാൽ പോരാ, നമ്മളത് എക്സിക്യൂട്ട് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ആക്ഷൻ പ്ലാൻസൊക്കെ നമ്മൾ എന്തായാലും എടുത്തിരിക്കണം എന്നുള്ളതാണ്. ഇപ്പോൾ ഈ വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് ഷെയർ ചെയ്യാനുള്ളത്. വീണ്ടും കാണാം മറ്റൊരു വീഡിയോയുമായി. ബൈ ബൈ, സി യു.